അത് കഴിഞ്ഞ് ബോണിപ്പറവ നിരന്തരമായി അവിടെ തന്നെ താമസിച്ചു. ഭൂരിപ്പറവ അതിന്റെ ചെറിയ കൂട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ബോണിപ്പറവ പോയതിനു ശേഷം അവളെക്കുറിച്ച് അന്വേഷിക്കാനേ ആരുമില്ല. വളരെ നന്നായി അവളെ കൂട്ടിൽ നിന്ന് പുറത്തു പോയത്. ഇപ്പൊ ഈ കൂട് എനിക്ക് മാത്രം സ്വന്തം. ബോണിപ്പറവ കിളിരാജാവിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അതിനെക്കുറിച്ച് കാട്ടിലെ എല്ലാവരും അഭിനന്ദിച്ചു. കിളിരാജാവിനും ബോണിപ്പറവയെ വളരെ ഇഷ്ടമായി. അതിനെ തന്റെ പിൻഗാമിയാക്കാനും അദ്ദേഹം തീരുമാനിച്ചു. ഈ കാര്യം ഭൂരിപ്പറവ അറിഞ്ഞ ഉടനെ ബോണിപ്പറവയെ കുറിച്ച് ചിന്തിച്ച് അത് അസൂയപ്പെട്ടു. അത് കഴിഞ്ഞത് ബോണിപ്പറവയുടെ അടുത്ത് വന്ന്, എന്താ ചെയ്തത് നീ എത്ര വലിയ കാര്യം ചെയ്തെന്നറിയോ? ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നീ കിളിരാജാവിന്റെ പിൻഗാമിയാകുന്നോ? ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഇങ്ങനെ കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ എല്ലാ സാധനങ്ങൾക്കും എനിക്കും അവകാശമുണ്ട്. അങ്ങനെ പറഞ്ഞ് ഭൂരിപ്പറവ ബോണിപ്പറവയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോ കിളിരാജാവ് അവിടേക്ക് വന്നു. ബോണിപ്പറവയെ അദ്ദേഹം രക്ഷിച്ചു. ഭൂരിക്കുരുവി, നീ നിന്റെ സ്വന്തം അനുജത്തിയെ തന്നെ വീട്ടിൽ നിന്നും തുരത്തി. എന്നിട്ടും ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചു. എന്നാൽ ഇന്ന് അവളെ നീ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ക്ഷമിക്കാനേ കഴിയില്ല. ഇവളിപ്പോൾ എന്റെ മകളാ. എന്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. നിനക്ക് ജീവപര്യന്തം വിധിക്കപ്പെടുന്നു. വേണ്ട മഹാരാജ, എന്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണ്ട. അപേക്ഷിക്കുന്നു. ശരി ബോണിപക്ഷിയെ, നീ പറയുന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഞാനിവളെ വെറുതെ വിടുന്നു. എന്നാൽ ഇവൾ ഈ കാട്ടിൽ നിന്നും തന്നെ പോകണം. അത് കഴിഞ്ഞ് കിളിരാജ ഭൂരിപ്പറവയെ അദ്ദേഹത്തിന്റെ കാട്ടിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞ് ബോണിപ്പറവയെ തന്റെ പിൻഗാമിയാക്കി മാറ്റി.